ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ഇത് ചെറിയൊരു ഓമയ്ക്ക. പല സ്ഥലങ്ങളിൽ ഓമയ്ക്ക എന്നും ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കപ്പയ്ക്ക എന്നും പറയും. ചെറിയൊരു മരമാണ്. അതിൻ്റെ ഇപ്പോൾ അതിനകത്ത് കപ്പയ്ക്ക പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട കപ്പയ്ക്കയാണ്, ഓമയ്ക്ക. അതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? കണ്ടോ? റെഡ് ലേഡി സാധാരണ വലിയ കപ്പയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ ഓമയ്ക്കായിട്ടാണ് പിടിക്കുന്നത്. ഇത് കണ്ടോ? തുരുതുരാ പിടിച്ച് നിൽക്കുകയാണ്. ഇത് ഇനിയും കുറച്ചുകൂടി വലുതാവും. കുറച്ചുകൂടി ഇത് നല്ല വലിപ്പം വച്ചിട്ട് ഇപ്പോൾ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ, വിളഞ്ഞിട്ടില്ല. ഇത് ഇപ്പോഴും പിഞ്ചാണ്, പൊട്ടാണ്. ഇത് അത്രത്തോളം വിളഞ്ഞിട്ടില്ല. ഇനിയും ഇത് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം, വലുതായതിന് ശേഷം മാത്രമേ ഇത് വിളയുകയുള്ളൂ. വിളഞ്ഞ് ഇതിൻ്റെ പുറത്തെ പച്ച തൊലി ചെറുതായിട്ട് മഞ്ഞിക്കുമ്പോൾ, മഞ്ഞ കളറാകുമ്പോൾ പിച്ചിയെടുത്ത് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് ഒരു ഏജൻ്റാണ് ഈ കപ്പയ്ക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയറ്റിനകത്തെ ഒട്ടുമിക്ക, അതായത് മലശോധന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇതൊരു ഔഷധം കൂടിയാണ് ഈ കപ്പയ്ക്ക എന്ന് പറയുന്നത്. എല്ലാ പേരും ഇത് സാധാരണ ഈ കപ്പയ്ക്കയൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. കണ്ടോ? ഇതിൻ്റെ വലിപ്പം തന്നെ കണ്ടോ? ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട കപ്പയ്ക്കയാണ്. ഓമയ്ക്ക എന്ന് പറയാം, കപ്പയ്ക്ക എന്നും പറയാം. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. വടക്കോട്ടൊക്കെ ഓമയ്ക്ക, മലപ്പുറം, കോഴിക്കോട്, അതല്ലെങ്കിൽ പത്തനംതിട്ട, വയനാട്, ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓമയ്ക്ക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയുന്നത് കപ്പയ്ക്ക എന്നാണ്. അതിൻ്റെ വലിപ്പം കണ്ടോ? ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ടതാണ്. ചെറിയൊരു പ്ലാന്റാണ്, ചെറിയൊരു മരമാണ്. കണ്ടില്ലേ? ഇതിൽ പിടിച്ച് നിൽക്കുന്ന ഓമയ്ക്കയുടെ വലിപ്പം കണ്ടോ? കപ്പയ്ക്കയുടെ വലിപ്പം. വിളഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഇതുപോലുള്ള ഫ്രൂട്ട്സുകൾ വച്ച് പിടിപ്പിക്കുക വീട്ടിൽ, പറമ്പിലുമൊക്കെ. എന്നിട്ട് നമ്മുടെ നാടൻ, അതായത് ഒരു കലർപ്പുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള യുക്തമായ ഒരു മരുന്നുകളും ചേരാത്ത ഇത്തരത്തിലുള്ള ഫ്രൂട്ടുകൾ വച്ച് പിടിപ്പിച്ച് കഴിക്കുക. ഓക്കെ.